1998 പുറത്തിറങ്ങിയ ക്യാപ്കോമിന്റെ ഒറിജിനൽ റെസിഡന്റ് ഈവിൽ 2വിന്റെ റീമേക്ക് 2019 ഇറങ്ങി വൻ വിജയം നേടി. പോലീസ് ഓഫീസറായ ലിയോണസ് കെന്നഡിയും ക്ലെയർ റെഡ്ഫീൽഡുമാണ് ഇതിലെ മെയിൻ പ്രൊട്ടഗണിസ്റ്റ്. സോ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റോറിയിലോട്ട് പോകാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് റെസിഡന്റ് ഈവിൽ 2. റക്കൂൺ സിറ്റി എന്ന ഫിക്ഷണൽ സിറ്റിയിലാണ് ഗെയിമിന്റെ കഥ നടക്കുന്നത്. പുറത്ത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായി നടിച്ച് ഉള്ളിൽ മനുഷ്യരെ തന്നെ നശിപ്പിക്കാൻ കെൽപ്പുള്ള ബയോ വെപ്പൺസ് ഉണ്ടാക്കി വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന അംബ്രല്ല കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് ഗെയിമിലെ വില്ലൻ. അംബ്രല്ലയുടെ ചീഫ് സയന്റിസ്റ്റായ വില്യം ബെർക്കിനും ഭാര്യ ആനറ്റ് ബെർക്കിനും ചേർന്ന് പുതിയ ഒരു ബയോ വെപ്പണായ ജി വൈറസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഗൊൽഗോറ വൈറസ് അല്ലെങ്കിൽ ജി വൈറസ് എൻ്റർ ചെയ്യുന്ന ഏതൊരു ജീവിയുടെയോ മനുഷ്യൻ്റെയോ ശരീരത്തിൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കി ഒരു സോംബിയായോ അല്ലെങ്കിൽ അതിലും വലിയ മോൺസ്റ്ററാക്കിയോ മാറ്റുന്നു. ജി വൈറസ് ഉണ്ടാക്കിയ ശേഷം വില്യം ബെർക്കിൻ അംബ്രല്ല കോർപ്പറേഷൻ പോലും അറിയാതെ ഇതൊരു ബയോ വെപ്പൺ എന്ന നിലയിൽ US മിലിറ്ററിക്ക് കൈമാറാനായി ശ്രമിക്കുന്നു. ഇത് കണ്ടുപിടിച്ച അംബ്രല്ല കോർപ്പറേഷൻ ഡോക്ടർ ബെർക്കിനെയും ജി വൈറസിനെയും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അംബ്രല്ല സെക്യൂരിറ്റി സർവീസസിന്റെ ആൽഫ ടീം പെട്രോളിനെ പറഞ്ഞയക്കുന്നു. ജി വൈറസ് കൈക്കലാക്കുന്നതിനിടയിൽ ഡോക്ടർ ബെർക്കിനെ ആൽഫ ടീം ഷൂട്ട് ചെയ്യുന്നു. ജി വൈറസിന്റെ സാമ്പിളുമായി രക്ഷപ്പെടാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ മരിക്കുന്നതിന് മുൻപ് ഡോക്ടർ ബെർക്കിൻ ജി വൈറസിന്റെ ഒരു സാമ്പിൾ എടുത്ത് സ്വയം ഇഞ്ചക്ട് ചെയ്ത് ഭയങ്കര പവർഫുള്ളായ ഒരു ജി മ്യൂട്ടൻ്റായി മാറുന്നു. ആൽഫ ടീമിനെ ഈ ജി മ്യൂട്ടൻ്റ് ചേസ് ചെയ്ത് കൊല്ലുന്നു. ഈ എൻകൗണ്ടറിനിടയിലാണ് ജി വൈറസ് ലീക്കായി സീവറിലൂടെ റക്കൂൺ സിറ്റി മുഴുവൻ സ്പ്രെഡ് ആകുന്നത്. എന്നാൽ ജി മ്യൂട്ടന്റിന് എല്ലാവരെയും കൊല്ലാനായി സാധിച്ചില്ല. ഏതൊരു കഥയിലും എല്ലാ സർവൈവൽ പോസിബിലിറ്റീസിനെയും മറികടന്നു വരുന്ന ചിലരുണ്ടാകുമല്ലോ. ടീമിന്റെ ലീഡറായ ഹങ്ക് അങ്ങനെ ഒരാളായിരുന്നു. ദ ഗ്രിം റീപ്പർ എന്ന വിളിപ്പേരുള്ള ഹങ്ക് ഏത് മിഷന് പോയാലും എത്ര വലിയ അപകടം നേരിട്ടാലും ഒറ്റയ്ക്കാണെങ്കിലും തിരിച്ചു വരുമായിരുന്നു. അതുകൊണ്ടാണ് ഹങ്കിന് ഈ ഒരു വിളിപ്പേര് കിട്ടിയത്. ഇതിലും ജി വൈറസിന്റെ സാമ്പിളുമായി ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുന്നുണ്ട്. ഡയറക്റ്റ് മിഷനിൽ ഇത് കാണിക്കുന്നില്ലെങ്കിലും ഹങ്കിനെ റെസിഡന്റ് ഈവിളിലെ എക്സ്ട്രാ കണ്ടന്റായ സ്പീഡ് റൺ മിഷനിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഹങ്ക് രക്ഷപ്പെടുകയും ജി മ്യൂട്ടന്റിന്റെ ആക്രമണത്താൽ ജി വൈറസ് സ്പ്രെഡായി റക്കൂൺ സിറ്റി മുഴുവൻ സോംബി ഇൻഫെക്റ്റഡ് ആയി മാറുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അപ്രതീക്ഷിതമായാണ് ഗെയിമിലെ 2 പ്രൊട്ടഗണിസ്റ്റുകളായ ലിയോണസ് കെന്നഡിയും ക്ലെയർ റെഡ്ഫീൽഡും ഇതൊന്നും അറിയാതെ എത്തുന്നത്. ഇനി നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്റ്റോറിയിലൂടെ പോകാം. 19 വയസ്സ് മാത്രം പ്രായമുള്ള ക്ലെയർ റെഡ്ഫീൽഡ് തന്റെ സഹോദരനെ തേടിയാണ് റക്കൂൺ സിറ്റിയിൽ എത്തുന്നത്. ക്ലെയറിന്റെ ചേട്ടൻ ക്രിസ് റെഡ്ഫീൽഡ് റക്കൂൺ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസറാണ്. റെസിഡന്റ് ഈവിൾ 1ലെ ജിൽ വാലന്റൈന്റെ ഒപ്പമുള്ള ഒരു പ്ലേയബിൾ ക്യാരക്ടറാണ് ക്രിസ് റെഡ്ഫീൽഡ്. പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു ഫോൺ കോൾ ചെയ്യാൻ ഗ്യാസ് സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ബൂത്തിൽ ചെല്ലുന്നു. ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേട്ട ക്ലെയർ അത് അന്വേഷിക്കാൻ വേണ്ടി ഉള്ളിൽ കയറുന്നു. സോംബിയായി മാറിയ ഒരു ഷോപ്പ് കീപ്പറിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ഒരു പോലീസ് ഓഫീസറിനെയാണ് ക്ലെയർ അവിടെ കണ്ടത്. ഓഫീസറിനെ അറ്റാക്ക് ചെയ്ത സോംബി ക്ലെയറിന്റെ അടുത്തേക്ക് വരുന്നു. ക്രിസിൽ നിന്ന് കുറച്ചൊക്കെ ഫയർ ആം നേടിയിട്ടുള്ള ക്ലെയർ സോംബിയെ ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. ഇതിനിടയിൽ കൂടുതൽ സോംബീസ് അവിടെ എത്തുന്നു. ഈ സമയത്താണ് ലിയോണസ് കെന്നഡി ഒരു രക്ഷകനായി അവിടെ എത്തുന്നത്. ഇനി ലിയോണിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയിലേക്ക് പോകാം. 21 വയസ്സുള്ള ലിയോണസ് കെന്നഡി റക്കൂൺ സിറ്റിയിലേക്ക് പുതുതായി ജോയിൻ ചെയ്യാനെത്തിയ പോലീസ് ഓഫീസറാണ്. രാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്താൻ വൈകിയതുകൊണ്ട് തന്നെ രാത്രിയാണ് എത്തുന്നത്. ഇതിനിടയിൽ ഗ്യാസ് ഫില്ല് ചെയ്യാൻ ഗ്യാസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ക്ലെയറിനെ കാണുന്നതും രക്ഷിക്കുന്നതും. ലിയോണും ക്ലെയറും കൂടി കാറിൽ കയറി ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. സോംബി ഇൻഫെക്ഷൻ സിറ്റിയെ മുഴുവനായും ബാധിച്ചിരുന്നു. റോഡിൽ വെച്ച് സോംബി അറ്റാക്ക് നേരിടേണ്ടി വന്ന ഇവരെ ഒരു ട്രക്ക് വന്നിടിക്കുകയും ലിയോണും ക്ലെയറും സെപ്പറേറ്റ് ആവുകയും ചെയ്യുന്നു. പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് രണ്ടാളും 2 വഴിക്കും നീങ്ങുന്നു. ട്രക്ക് ക്രാഷിൽ നിന്നും രക്ഷപ്പെട്ട ക്ലെയർ റെഡ്ഫീൽഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഒരു ലാപ്ടോപ്പ് ഫുട്ടേജിൽ ഒരു പോലീസ് ഓഫീസർ ഹെൽപ്പ് ചോദിക്കുന്നത് കാണുന്നു. ക്ലെയർ അയാളെ രക്ഷിക്കുവാൻ ശ്രമിക്കുമെങ്കിലും ഈ ഒരു പോലീസ് ഓഫീസറിനെ സോംബീസ് കൊല്ലുന്നു. ഈ പോലീസ് ഓഫീസറിന്റെ കയ്യിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പാത്തിനെ പറ്റിയുള്ള നോട്ട്സ് ക്ലെയറിന് കിട്ടുന്നു. അപ്പോൾ ക്ലെയർ പോലീസ് സ്റ്റേഷനും ഇൻഫെക്റ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. സർവൈവേഴ്സിനെ രക്ഷിക്കുന്നതിനിടയിൽ ആരോ ഇൻഫെക്റ്റഡ് ആവുകയും പിന്നീട് പോലീസ് സ്റ്റേഷൻ മുഴുവനും ഇൻഫെക്റ്റഡ് ആവുകയും ചെയ്യുന്നു. തിരിച്ച് ഹാളിലേക്ക് എത്തുന്ന ക്ലെയറിനെ സോംബീസ് അറ്റാക്ക് ചെയ്യുകയും എന്നാൽ മാർവിൻ എന്ന മറ്റൊരു പോലീസ് ഓഫീസർ ക്ലെയറിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. മാർവിനും സോംബി അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇവിടെ നമുക്ക് കാണാം. പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടാൻ 3 മെഡാലിയൻസ് ആവശ്യമാണെന്നും അത് കണ്ടുപിടിക്കാൻ മാർവിൻ ക്ലെയറിനോട് പറയുന്നു. ക്ലെയർ പല പസിലുകളും സോൾവ് ചെയ്ത് ഈ 3 മെഡാലിയൻസും കണ്ടെത്തി. ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ സ്റ്റാച്യൂസ്, പസിൽസ് മുതലായ കാര്യങ്ങൾ കാണപ്പെടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റക്കൂൺ സിറ്റിയിലെ ഈ പോലീസ് സ്റ്റേഷൻ മുൻപ് ഒരു മ്യൂസിയം ആയിരുന്നു എന്നുള്ളതാണ്.
ഈ 3 മെഡാലിയൻസും കണ്ടുപിടിക്കുന്നതിനിടയിൽ മിസ്റ്റർ എക്സ് എന്ന മറ്റൊരു ബയോ വെപ്പൺ വന്ന് അറ്റാക്ക് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് പുറം ലോകം അറിയാതിരിക്കാൻ അംബ്രല്ല കോർപ്പറേഷൻ പുറത്തുവിട്ട മറ്റൊരു ബയോ വെപ്പണാണ് മിസ്റ്റർ എക്സ്. അംബ്രല്ല കോർപ്പറേഷന് എതിര് നിൽക്കാൻ സാധ്യതയുള്ള എല്ലാ സാക്ഷികളെയും മിസ്റ്റർ എക്സ് കൊന്നുകളയാൻ ശ്രമിക്കും. മിസ്റ്റർ എക്സിന്റെ ചേസിംഗ് സീൻസും മ്യൂസിക്കുകളുമെല്ലാം റെസിഡന്റ് ഈവിൽ 2 ഏറ്റവും രസകരമായ നിമിഷങ്ങളിൽ ഒന്ന് തന്നെയാണ്. മിസ്റ്റർ എക്സ് എന്ന ക്യാരക്ടറിനെ നമുക്ക് സ്റ്റണ്ട് ചെയ്ത് നിർത്താനായി സാധിക്കും, എന്നല്ലാതെ കൊല്ലാനായി സാധിക്കില്ല. അതുകൊണ്ട് ഓടുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇവിടെയില്ല. ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിന്റെ ബാൽക്കണിയിൽ വെച്ച് ലിയോണും ക്ലെയറും കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ ഡോർ ലോക്ക്ഡ് ആയതിനാലും വീണ്ടും സോംബീസ് വരുന്നതുകൊണ്ടും അവർക്ക് അവിടെയും പിരിയേണ്ടതായി വരുന്നു. ശേഷം ക്ലെയർ 3 മെഡാലിയൻസും യൂസ് ചെയ്ത് അണ്ടർഗ്രൗണ്ട് പാസേജിലേക്ക് കടക്കുന്നു. മാർവിനോട് വരാൻ പറഞ്ഞെങ്കിലും ഏത് നിമിഷവും സോംബി ആവുമെന്നറിഞ്ഞ മാർവിൻ ഇവിടെ വരാനായി വിസമ്മതിക്കുന്നു. പിന്നീട് അണ്ടർഗ്രൗണ്ട് പാസേജിലൂടെ ക്ലെയർ അടുത്ത ലൊക്കേഷനിലേക്ക് നീങ്ങുന്നു. അവിടെ വെച്ചാണ് ഷെറി എന്ന കുട്ടിയെയും ജി മ്യൂട്ടന്റിനെയും ക്ലെയർ ആദ്യമായി കാണുന്നത്. ഡോക്ടർ വില്യം ബെർക്കിന്റെയും ആനറ്റ് ബെർക്കിന്റെയും മകളാണ് ഷെറി. ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ തൻ്റെ അമ്മയെ അന്വേഷിച്ചു പോയതാണ് ഷെറി. ജി മ്യൂട്ടന്റിന് തൻ്റെ സ്പീഷ്യസിനെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ ക്ലോസ്ലി റിലേറ്റഡ് ആയ ഒരു DNA വേണം. അതുകൊണ്ടാണ് ജി മ്യൂട്ടൻ്റായി മാറിയ വില്യം ബെർക്കിൻ മകളായ ഷെറിയെ തിരഞ്ഞെടുക്കുന്നത്. ക്ലെയർ ഫസ്റ്റ് സ്റ്റേജ് ജി മ്യൂട്ടന്റുമായി ബോസ് ഫൈറ്റിൽ ഷെറിയെ രക്ഷിക്കുന്നു. തുടർന്ന് ഷെറിയിലൂടെ ആനറ്റിനെ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നു. ഒരു പാർക്കിംഗ് ഗരാജിലെത്തിയ ക്ലെയറിനും ഷെറിക്കും രക്ഷപ്പെടാൻ കീ കാർഡിന്റെ ആവശ്യം വരുന്നു. അവിടെ വെച്ചാണ് അപ്രതീക്ഷിതമായി പോലീസ് ചീഫായ ചീഫ് അയൺസിനെ കണ്ടുമുട്ടുന്നത്. ഷെറിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വില്യമും ആനറ്റും ചീഫ് അയൺസിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ ജി വൈറസ് ഔട്ട്ബ്രേക്ക് ഉണ്ടായ സമയത്ത് ഷെറിയെ ഉപയോഗിച്ച് ആനറ്റിന്റെ അടുത്തെത്തി ജി വൈറസിനെതിരെയുള്ള ഡെവിൾ വാക്സിൻ കൈക്കലാക്കാനാണ് അയൺസിന്റെ പ്ലാൻ. പാർക്കിംഗ് ഗരാജിൽ വെച്ച് ചീഫ് അയൺസ് ക്ലെയറിനെ ആക്രമിച്ച് ഷെറിയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഷെറിയെ തിരിച്ച് നേടാനാണ് ക്ലെയർ ഇനി പോകുന്നത്. ഷെറിയുടെ ഒരു മാല അവിടെ നിന്ന് ക്ലെയറിന് കണ്ടുകിട്ടുന്നു. ശേഷം പാർക്കിംഗ് ഗാരേജിന്റെ കീ കാർഡ് കണ്ടുപിടിക്കാൻ ക്ലെയർ പോകുന്നു. ഇതിനായി ചീഫ് അയൺസിന്റെ ഓഫീസിൽ കയറി ഒരു പസിൽ സോൾവ് ചെയ്ത് കാർഡ് നേടിയെടുക്കണം. ഇവിടെ വെച്ച് ചീഫ് അയൺസിന്റെ ഫോൺ കോൾ ക്ലെയറിന് വരുന്നു. ഷെറിയുടെ മാലയുമായി തൊട്ടടുത്തുള്ള ഓർഫനേജിൽ എത്താനാണ് ചീഫ് അയൺസ് പറഞ്ഞത്. പിന്നെ ഷെറിയായാണ് പ്ലെയർ കളിക്കേണ്ടത്. ഓർഫനേജിൽ ഒരു മുറിയിൽ പൂട്ടിയിട്ട നിലയിൽ ഷെറിയെ നമുക്ക് കാണാം. ചീഫ് അയൺസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഷെറിയെ അയൺസ് ചേസ് ചെയ്യുന്നു. അവസാനം ഷെറിയെ പിടിക്കാനായി നിൽക്കുന്നതിന് തൊട്ട് മുൻപ് ജി മ്യൂട്ടന്റ് അവിടെ എത്തുന്നു. ജി മ്യൂട്ടന്റ് അവിടെ വെച്ച് ചീഫ് അയൺസിനെയും ഷെറിയെയും വൈറസ് എംബ്രിയോ വെച്ച് വൈറസ് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഈ സമയത്താണ് ക്ലെയർ ഓർഫനേജിലേക്ക് എത്തുന്നത്. ജി വൈറസുമായി DNA ഡിസ്മാച്ച് ഉള്ളതുകൊണ്ട് തന്നെ ക്ലെയറിന്റെ മുൻപിൽ വെച്ച് തന്നെ ചീഫ് അയൺസ് മരിക്കുന്നു. ഷെറിയെ പെട്ടെന്ന് തന്നെ ആനറ്റിന്റെ അടുത്തെത്തിക്കാനായി ക്ലെയർ ശ്രമിക്കുന്നു. ഇവിടെയും മിസ്റ്റർ എക്സ് എത്തുന്നുണ്ട്. എന്നാൽ മിസ്റ്റർ എക്സിനെയും ജി മ്യൂട്ടന്റ് കൊല്ലുന്നുണ്ട്. ജി മ്യൂട്ടന്റിന്റെ അറ്റാക്കിൽ ലിഫ്റ്റ് താഴേക്ക് പോകുന്നു. അതോടൊപ്പം ഷെറിയും ക്ലെയറും താഴേക്ക് വീഴുന്നു. കണ്ണു തുറന്നപ്പോൾ ക്ലെയർ ആനറ്റിനെയാണ് കാണുന്നത്. ജി മ്യൂട്ടന്റിനെ തടയാനുള്ള വഴികൾ നോക്കുകയാണ് ആനറ്റ്. ഷെറിയെ കൊണ്ട് ആനറ്റ് ഒരു മുറിയിലേക്ക് പോകുന്നു. ഷെറിയെ ഇവിടെയും പൂട്ടിയിടുന്നു. ക്ലെയർ പസിലുകൾ സോൾവ് ചെയ്ത് ഷെറിയെ രക്ഷിക്കുന്നു. ഷെറിയുടെ ഇൻഫെക്ഷൻ മാറ്റാൻ വേണ്ടി അംബ്രല്ലയുടെ ലാബിലേക്ക് കൊണ്ടുവരാൻ ആനറ്റ് പറയുന്നു. ക്ലെയർ ഷെറിയെയും എടുത്ത് കേബിൾ കാറിൽ കയറ്റി ലാബിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു റൂമിൽ ഷെറിയെ കിടത്തി ഡെവിൾ വാക്സിൻ തേടി ക്ലെയർ പോകുന്നു. ഇവിടെയും പസിലുകൾ സോൾവ് ചെയ്ത് വാക്സിൻ കണ്ടുപിടിക്കണം. വാക്സിൻ കണ്ടുപിടിച്ച് വരുന്നതിനിടയിൽ ജി മ്യൂട്ടന്റിന്റെ സ്റ്റേജ് 3യുമായുള്ള ബോസ് ഫൈറ്റ് നടക്കുന്നു. ഇവിടെ ആനറ്റ് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജി മ്യൂട്ടന്റിന്റെ അറ്റാക്കിൽ ആനറ്റിന് ഇഞ്ചുറീസ് ഉണ്ടാകുന്നു. ഷെറിയെ രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് ഡെവിൾ വാക്സിൻ ക്ലെയറിന്റെ കയ്യിൽ കൊടുക്കുകയും പിന്നീട് ക്ലെയർ ജി മ്യൂട്ടന്റുമായി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ബോസ് ഫൈറ്റിന് ശേഷം ക്ലെയർ ഷെറിയുടെ അടുത്തെത്തുന്നു. ആനറ്റ് ഷെറിയിൽ വാക്സിൻ കുത്തിവെച്ച് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ജി മ്യൂട്ടന്റിന്റെ അറ്റാക്കിൽ ഇഞ്ചേർഡായ ആനറ്റ് ഇവിടെ മരിക്കുന്നു. തുടർന്ന് ഷെറിയും ക്ലെയറും ലാബിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. വാക്സിൻ പുറത്തു പോയതുകൊണ്ട് ലാബ് സെൽഫ് ഡിസ്ട്രക്ട് ആവാൻ തുടങ്ങുകയായിരുന്നു. ക്ലെയറും ഷെറിയും കൂടി ഏറ്റവും ബേസിലുള്ള ട്രെയിൻ സ്റ്റേഷനിലെത്തുന്നു. ഇവിടെയും ജി മ്യൂട്ടന്റുമായി ഒരു ബോസ് ഫൈറ്റ് ഉണ്ട്. അതിനുശേഷം ക്ലെയറും ഷെറിയും കൂടി ട്രെയിനിൽ കൂടി റക്കൂൺ സിറ്റിയിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇതിനിടയിൽ ലിയോൺ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും ഒരുമിക്കുന്നു. റക്കൂൺ സിറ്റിയിൽ മാത്രമാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് എന്ന പ്രതീക്ഷയിൽ ക്ലെയറിന്റെ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. ഇനി ലിയോണിന്റെ സ്റ്റോറിയിൽ നോക്കുമ്പോൾ മിസ്റ്റർ എക്സ് മുതലായ പല ക്യാരക്ടേഴ്സും കോമൺ ആയി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ 2 പേരുടെയും സ്റ്റോറി കണക്ട് ചെയ്യാനായി ശ്രമിക്കരുത്. ട്രക്ക് ക്രാഷിൽ സെപ്പറേറ്റ് ആയ ലിയോണും ക്ലെയറും പോലീസ് സ്റ്റേഷനിന്റെ ഔട്ട്ഡോറിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നു. ഡോർ ലോക്കഡ് ആയതുകൊണ്ട് ലിയോൺ ക്ലെയറിനോട് രക്ഷപ്പെടാനായി പറയുന്നു. പിന്നീട് ലിയോൺ ഡോർ തുറന്നുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറുന്നു. മാർവിനെ കണ്ടുമുട്ടുന്നതും പിന്നെ 3 മെഡാലിയൻസും കണ്ടുപിടിക്കുന്ന പസിൽസും എല്ലാം ക്ലെയറിന്റെ പോലെ തന്നെ എല്ലാം സെയിം ആണ്. അണ്ടർഗ്രൗണ്ട് പാസേജിലൂടെ ലിയോൺ പുറത്തേക്ക് പോകുന്നു. അവിടെ ജി മ്യൂട്ടന്റുമായുള്ള ആദ്യത്തെ ബോസ് ഫൈറ്റിന് ശേഷം രക്ഷപ്പെടാൻ ഒരു ലാഡർ ലിയോണിന് ആരോ തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതാരാണെന്നറിയാതെ ലിയോൺ പാർക്കിംഗ് ഗാരേജിൽ എത്തുന്നു.
അവിടെ വെച്ച് ഒരു സോംബി ഡോഗ് ലിയോണിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ആരോ ഷൂട്ട് ചെയ്ത് ലിയോണിനെ രക്ഷിക്കുന്നു. അത് FBI ഏജന്റായ ആഡ വോങ് ആയിരുന്നു. അംബ്രല്ല കോർപ്പിന്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ജി വൈറസ് സാമ്പിളുമായി രക്ഷപ്പെടാനെത്തിയതായിരുന്നു ആഡ വോങ്. പാർക്കിംഗ് ഗാരേജിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കീ കാർഡ് ഒരു പ്രിസണറുടെ കയ്യിലാണ്. മിസ്റ്റർ എക്സ് ഇയാളെ കൊല്ലുന്നു. ഈ കീ കാർഡ് കണ്ടെത്തിയതിന് ശേഷം ആഡയും ലിയോണും കൂടി ആനറ്റിനെ തേടിപ്പോകുന്നു. ഇതിനിടയിൽ ഒരു ഗൺ ഷോപ്പിൽ വെച്ച് ഇൻഫെക്റ്റഡ് ആയ മകളെയും അച്ഛനെയും കാണുന്നു. ഇത് ഒരു സൈഡ് മൊമെൻ്റ് ആണെങ്കിൽ കൂടി ഈ ഗെയിമിലെ തന്നെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻറ്റുകളിൽ ഒന്നാണിത്. ആനറ്റിനെ ആഡയും ലിയോണും സീവറിൽ വെച്ച് കാണുന്നു. ആനറ്റ് ഇവിടെ ആഡയെ ഷൂട്ട് ചെയ്യുന്നു, എന്നാൽ ലിയോൺ ആഡയെ രക്ഷിക്കുന്നു. ഇതിനിടയിൽ കയ്യിൽ വെടിയേറ്റ് അൺകോൺഷ്യസ് ആയി ലിയോൺ കിടക്കുന്നു. ലിയോണിനെ അവിടെ കിടത്തി ആനറ്റിനെ തേടി ആഡ വോങ് ഇറങ്ങുന്നു. ആനറ്റിനെ ആഡ കണ്ടുപിടിക്കുമെങ്കിലും ഒരു ട്രാപ്പിലൂടെ ആനറ്റ് ആഡയെ ലോക്ക് ചെയ്യുന്നു. ഒരു മെറ്റൽ പീസ് കാലിൽ തറച്ച് ആഡ അൺകോൺഷ്യസ് ആവുന്നു. പിന്നീട് ലിയോണായി പ്ലെയർ കളിക്കും. ബോധം വന്ന ലിയോൺ ആഡയെ തേടി പോകുന്നു. പസിലുകളെല്ലാം സോൾവ് ചെയ്ത് ആഡ വോങ്ങിനെ ലിയോൺ രക്ഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ബോസ് ഫൈറ്റും വരുന്നുണ്ട്. തുടർന്ന് ആഡയെയും കൂട്ടി ലിയോൺ കേബിൾ കാറിൽ കയറി ലാബിലേക്ക് പോകുന്നു. ജി വൈറസ് സാമ്പിൾ കൈക്കലാക്കണമെന്നും ലിയോണിനെ അതിന് കഴിയൂ എന്നും ആഡ പറയുന്നു. ലിയോൺ ഇഞ്ചേർഡായ ആഡയെ കേബിൾ കാറിൽ ഇരുത്തി ജി വൈറസ് തേടി പോകുന്നു. ലിയോണും ആഡയും തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് സീൻ ഇതിലുണ്ട്. ജി വൈറസ് സാമ്പിൾ നേടിയ ലിയോണിന്റെ മുന്നിലേക്ക് ജി മ്യൂട്ടന്റ് എത്തുന്നു. ഇവിടെയും ആനറ്റ് ലിയോണിനെ രക്ഷിക്കാനായി ശ്രമിക്കുമെങ്കിലും ആനറ്റിന് ഇഞ്ചുറി പറ്റുന്നു. ലിയോണും ജി മ്യൂട്ടന്റുമായുള്ള ബോസ് ഫൈറ്റിന് ശേഷം ആനറ്റിന്റെ അടുത്തേക്ക് ലിയോൺ ചെല്ലുന്നു. ഇവിടെ വെച്ചാണ് ആഡ വോങ് ഒരു FBI ഏജന്റ് അല്ലെന്നും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ജി വൈറസ് വിൽക്കാൻ വന്ന ഒരു മെർസിനറി ആണെന്നും ആനറ്റ് പറയുന്നത്. കൺഫ്യൂസ്ഡ് ആയ ലിയോൺ ആഡയെ ഒരു ഗൺ പോയിന്റിൽ നിർത്തി ചോദിക്കുന്നുണ്ട്. എന്നാൽ പരസ്പരം രണ്ടുപേരും ഇഷ്ടത്തിലായതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നില്ല. ഇവിടെയാണ് ആനറ്റ് കയറി ആഡയെ ഷൂട്ട് ചെയ്യുന്നത്. സെൽഫ് ഡിസ്ട്രക്റ്റ് ആവുന്ന ലാബിലെ ബ്രിഡ്ജ് കൊളാപ്സ് ആവുകയും ആഡ വോങ് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഒരു പക്ഷേ ഗെയിമിലെ ഏറ്റവും ഇമോഷണൽ ആയ മൊമെന്റ് ഇതായിരിക്കാം. Forget it. Shut up, I've got you. It's not worth it. Don't do this. Take care of yourself, Leon. No! ആനറ്റ് ഇഞ്ചറി കാരണം ബ്ലീഡായി ഇവിടെയും മരിക്കുന്നു. ജി വൈറസ് സാമ്പിൾ താഴെ വീണ് നഷ്ടപ്പെടും. ഇതിനുശേഷം ലിയോൺ ലാബിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മിസ്റ്റർ എക്സ് ഇതിനിടയിൽ ലിയോണിനെ ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവസാനം മിസ്റ്റർ എക്സുമായി ഒരു ബോസ് ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ആഡ വോങ് ലിയോണിന് ഒരു മിസൈൽ ലോഞ്ചർ പാസ് ചെയ്യുന്നുമുണ്ട്. മിസ്റ്റർ എക്സിനെ കൊന്നതിന് ശേഷം ലിയോൺ ക്ലെയർ ആക്ടിവേറ്റ് ചെയ്ത ട്രെയിനിലേക്ക് ചാടിക്കയറുന്നു. ലിയോണിൻ്റെ കേസിൽ ഒരു എക്സ്ട്രീം സ്റ്റേജിൽ നിൽക്കുന്ന ജി മ്യൂട്ടൻറ്റുമായി ഒരു ബോസ് ഫൈറ്റ് ഉണ്ട്. ട്രെയിൻ ബോഗി വേർപ്പെടുത്തി ക്ലെയർ, ലിയോൺ, ഷെറി എന്നിവർ രക്ഷപ്പെടുന്നു. റക്കൂൺ സിറ്റി മാത്രമാണ് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത് എന്ന പ്രതീക്ഷയിൽ അവർ നടന്നു നീങ്ങുന്നതോടെ ഗെയിം അവസാനിക്കുന്നു. And this is the story of Resident Evil 2 and I am the Mr. Explainer signing off. Bye.